പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പൂവന്തുരുത്ത് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മിന്നും വിജയം. UDFിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മഞ്ജു രാജേഷ് 129 വോട്ടിനാണ് വിജയിച്ചത്. BJP സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് എത്തി. CPMന്റെ സിറ്റിംഗ് വാർഡായ പൂവന്തുരുത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി ജെസി ജെയിംസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. സിറ്റിംഗ് വാർഡ് കൈവിട്ടുപോയതിൻ്റെ ഞെട്ടലിലാണ് CPM. BJP സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ പാർട്ടി വോട്ടുകൾ എവിടെ പോയെന്ന ചോദ്യമാണ് വരുന്ന ദിവസങ്ങളിൽ ഇടതുമുന്നണിയിൽ ചർച്ചയാവുക. CPMലെ ഷീബ ലാലച്ചൻ രാജിവെച്ച ഒഴിവിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ന് രാവിലെ 10-ന് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ മുതൽ UDF കേന്ദ്രങ്ങളിൽ വിജയപ്രതീക്ഷ തിരതള്ളി. മഞ്ജു രാജേഷിന് 487 വോട്ട് ലഭിച്ചപ്പോൾ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി BJPയിലെ അശ്വതി രാജേഷിന് 358 വോട്ടുകൾ നേടാനായി. CPM സ്ഥാനാർത്ഥി ജെസി ജെയിംസിന് കേവലം 286 വോട്ടുകളാണ് ലഭിച്ചത്. മഞ്ജു രാജേഷിൻ്റെ വിജയം ജനങ്ങളുടെ വിജയമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. കാരണം മഞ്ജുവിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് 129 വോട്ടിൻ്റെ ഭൂരിപക്ഷം വളരെ വളരെ ഒരു കാലികമായിട്ടുള്ള ഭൂരിപക്ഷം. അത്രയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്നതിന് അന്തരീക്ഷം ഉണ്ടാക്കിയ ജനങ്ങളെ ഞാൻ അനുഭവിക്കുന്നു. ആ വോട്ട് ലഭിച്ച മഞ്ജുവിനെ 1000 അഭിനന്ദനത്തോടുകൂടി ഞങ്ങൾ സംസ്ഥാന സർക്കാരിനും CPMനുമെതിരായ വിധിയെഴുത്താണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് പറഞ്ഞു. ഈ വിജയം എന്ന് പറയുന്നത് UDF ഭരിക്കുന്ന ആനിമാമിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിക്ക് ലഭിച്ച അംഗീകാരവും ഇടതുമുന്നണി സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്തുമാണ്. സിറ്റിംഗ് സീറ്റിൽ പരാജയം സംഭവിച്ചതോടെ പനച്ചിക്കാട് പഞ്ചായത്തിലെ CPMന്റെ അംഗബലം 5 കുറഞ്ഞു. തന്നെ വിജയിപ്പിച്ച എല്ലാവർക്കും സ്ഥാനാർത്ഥി നന്ദി പറഞ്ഞു. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാവിധ ആഹ്ലാദ പ്രകടനങ്ങളും ഒഴിവാക്കി ദുരന്തമുഖത്തുള്ളവരെ സഹായിക്കാൻ UDF പ്രവർത്തകർ രംഗത്തിറങ്ങി. വയനാട്ടിലേക്കുള്ള മെഡിക്കൽ സഹായങ്ങളുടെ ശേഖരണം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് പരുത്തുംപാറയിലെ മെഡിക്കൽ ഷോപ്പ് ഉടമയിൽ നിന്നും ഏറ്റുവാങ്ങി. DCC സെക്രട്ടറി ജോണി ജോസഫ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോയി മാത്യു, ബ്ലോക്ക് പ്രസിഡന്റ് ഇട്ടി അലക്സ്, പനച്ചിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആനി മാമൻ, ജീന ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിബി ജോൺ, ജില്ലാ പഞ്ചായത്ത് അംഗം PK വൈശാഖ, കൊല്ലാട് മണ്ഡലം പ്രസിഡന്റ് JNB മഠം, മുൻ പഞ്ചായത്ത് അംഗം TT ബിജു, യൂത്ത് കോൺഗ്രസ് നേതാവ് അരുൺ മർക്കോസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വോട്ടെണ്ണൽ നടപടികൾക്ക് സുരക്ഷയൊരുക്കി. നാളെ രാവിലെ 10-ന് മഞ്ജു രാജേഷ് പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോട്ടയം.